പനങ്കൊല പോലെ കിടക്കല്ലേ. ഹലോ ഗൈസ്, അപ്പൊ ഈ ഡ്രസ്സ് ഉണ്ടല്ലോടാ ലൂസായിട്ട് ഇടുന്നതാണ്. അപ്പം ഇതെന്റെ അമ്മയ്ക്ക് അറിയാതെ അമ്മ കൊണ്ടുപോയി എന്നെ ഷേപ്പ് അടിച്ച്, അതുകൊണ്ട് എന്റെ പോക്കറ്റ് ഇതാ ഇതിന്റെ ഇടയിലായിപ്പോയി. അമ്മ ഷേപ്പ് അടിച്ചോണ്ട് ഇനി ഞാൻ തിരിച്ചു വന്നിട്ട് ഇതിന്റെ തയ്യൽ അഴിച്ചു വിട്ടിട്ട് ഇങ്ങനെ പോക്കറ്റിൽ കൈയിട്ട് നിൽക്കാന്ന് വിചാരിച്ചു. അപ്പൊ നമ്മളുടെ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ എന്റെ മുടിയിലത്തെ സംഭവങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയാമല്ലോ, ഓരോന്ന് വെട്ടുന്നതും ഒക്കെ. അതുപോലെ ഇനി വെട്ടാൻ സ്ഥലമില്ലാത്തതുകൊണ്ട് ഞാൻ വെച്ചു ഇന്ന് അമ്മയുടെ കൊണ്ടുപോയി ഒന്ന് വെട്ടിച്ച് കളറൊക്കെ അടിച്ച് സെറ്റ് ചെയ്യാന്ന് കേട്ടോ. ചോദിച്ചപ്പോൾ കഴിഞ്ഞപ്പോൾ അമ്മ പറഞ്ഞു പിന്നെന്താ നമുക്ക് ചെയ്യാമെന്ന് പറഞ്ഞു. അച്ഛനെ വിളിച്ചു പറഞ്ഞപ്പോൾ അച്ഛൻ പറയാണ് എന്റെ പുരോഗമനവാദി അച്ഛൻ, പിന്നെ ഭക്തി കുറച്ച് കൂടുതലായതുകൊണ്ട് അച്ഛൻ പറയാണ് മഴവില്ല് കളർ അടിക്കൂന്ന്. മഴവില്ലിനെ പോലെ, അതായത് നമ്മുടെ മയിലിനെ പോലെ അതുപോലത്തെ കളർ അടിക്കാൻ. അതുകൊണ്ട് അച്ഛൻ്റെ സമ്മതവും കിട്ടി. അപ്പം നമ്മൾ വിചാരിച്ചു പോവാന്ന്. എനിക്കാണെങ്കിൽ ഭയങ്കര വയറുവേദന, പീരീഡ്സ് ആവാനാണെന്ന് തോന്നുന്നു. അതുകൊണ്ട് ഞാൻ അമ്മയോട് പറഞ്ഞു എന്നോടൊന്നും പറയരുത്, ഒന്ന് പറഞ്ഞ് രണ്ടാമത് ഞാൻ പൊട്ടിത്തെറിക്കും, ദേഷ്യം വരും. നല്ല വയറുവേദന എടുക്കുന്നത്, നല്ല കിടുക്കാച്ചി വയറുവേദന. എന്തായാലും സമയം ഇപ്പം 2:50, 3 മണിക്കാണ് ഞാൻ അപ്പോയിൻമെന്റ് എടുത്തത്. എന്തായാലും 3:15 ആകുമ്പോഴത്തേനും അവിടെ ചെല്ലും, നമുക്ക് വേഗം പോവാം. അങ്ങനെ വാതിൽ പൂട്ടി ഇറങ്ങാൻ നേരത്ത് ഞാൻ അമ്മയോട് പറഞ്ഞു ഞാൻ അടുക്കള സൈഡിൽ കൂടെ ചാടി ഇറങ്ങിക്കോളാന്ന്. കാരണം ഈ സൈഡിൽ കൂടെ വന്നാൽ ഭയങ്കര വെയിലാട്ടോ. അതുകൊണ്ട് ഞാൻ അടുക്കള സൈഡിൽ കൂടെ ചാടി ഇറങ്ങിയപ്പോൾ അമ്മയെ ചെരുപ്പ് എടുക്കാൻ മറന്നു എന്ന് പറഞ്ഞേ. അങ്ങനെ അമ്മ ചെരുപ്പ് കൊണ്ട് തന്നു. പിന്നെ എൻ്റെ കൂടെ വരുമ്പോൾ ആരാണോ ഉള്ളത് അവരെനിക്ക് ഗേറ്റ് തുറന്ന് തരണം. ഇതൊരു നിയമമാണ്. ഇപ്പോൾ സീച്ചേട്ടനാ ഡ്രൈവ് ചെയ്യുന്നെങ്കിൽ ഞാൻ ഗേറ്റ് തുറന്നു കൊടുക്കണം, ഞാനാ ഡ്രൈവ് ചെയ്യുന്നെങ്കിൽ എൻ്റെ കൂടെ ഉള്ളവർ ഗേറ്റ് തുറന്ന് തരണം. അങ്ങനെ നമ്മൾ കാറിൽ കയറിയിരുന്നു കേട്ടോ. കുറച്ചു നേരം AC ഒന്ന് ഓണാക്കി ഇട്ട് കേൾക്കാൻ പറ്റുന്നുണ്ടോ? കാരണം ഇതിൻ്റെ അകത്ത് ഇങ്ങനെ പൊള്ളി പുഴുങ്ങി കിടക്കുമായിരുന്നു. തണലത്തല്ലല്ലോ വണ്ടി കിടക്കുന്നത്, ഒന്ന് തണുത്ത്. അമ്മ ആ ഗേറ്റ് ഒക്കെ തുറന്നിട്ട് നമുക്ക് തുറന്ന് വണ്ടി എടുത്തോണ്ട് എന്നാ അപ്പൂര് തുറന്നുകൂടായിരുന്നോ? അമ്മയുടെ ഓർഗൻസ് ഇവിടെ വെച്ചിട്ടുണ്ട്, ടിഷ്യൂ ഇവിടെ. വേണ്ട, അമ്മൂമ്മ ടിഷ്യൂ വേണമെങ്കിൽ എടുത്തോ. ഇതിനകത്ത് കുറെ ഓർഗൻസ് കിടപ്പുണ്ട്. സീറ്റ് ബെൽറ്റ് ഇടമ്മ. ടിഷ്യൂ വേണം. അപ്പുക്കുട്ടൻ ഈ ഓർഗൻസ് എന്ന് പറയുന്നത് ഓർണമെന്റ്സ് ആണ് കേട്ടോ. നെറിന്റെ കമ്മല് കാറി കിടക്കുകയാണ്. അപ്പൊ അത് ഈ സൈഡിൽ തന്നെ ഇങ്ങനെ ഇട്ട് വെച്ചേക്കുക. അത് കണ്ടിട്ടാ അമ്മയുടെ ഓർഗൻസ് ഇവിടെ കിടപ്പുണ്ടെന്ന് പറയുന്നത്. സലൂണിൽ എത്തിക്കഴിഞ്ഞാൽ ഉണ്ടല്ലോ, ആദ്യം അവൻ അവിടെ നേർച്ചപ്പെട്ടി പോലെ 2 മുട്ടായി കൊടുക്കണം. അത് ഫ്രണ്ടിൽ നിന്ന് അവൻ ചോദിച്ചു വാങ്ങുവേ. എനിക്ക് സ്ഥിരമായിട്ട് സാങ്കി കേട്ടോ മുടി വെട്ടി തരുന്നത്. നിങ്ങൾ വിശ്വസിച്ചാലും ഇല്ലെങ്കിലും സാങ്കി വെട്ടിയാൽ മുടി പെട്ടെന്ന് കിളിക്കും, അത് പെട്ടെന്ന് നീളം വയ്ക്കും. അത് ഞാൻ മാത്രമല്ല പറയുന്നത്, ഞാനത് സാങ്കിയോട് ഒരു ദിവസം പറഞ്ഞപ്പോൾ സാങ്കി പറഞ്ഞു എന്നെ കൊണ്ട് ഇവിടെ വന്ന് മുടി വെട്ടിക്കുന്നവരല്ല ഇത് തന്നെയാണ് പറയുന്നതെന്ന്. नो मेरा पिताश्री मुझे अंदर नहीं जाती है. टॉक्सिक हस्बैंड. Yeah. And color ma'am water. How much for this long? நீங்க சொல்லுங்க. ரொம்ப பெருசு. பெருசா வருவே. ரொம்ப பெருசா இருக்குல்ல. ட்ரை லோக்கல் கலர். ஐயோ லோக்கல் கலர் இல்லையே. அம்மா கேட்டே வந்து நல்ல ப்ரொஃபஷனல் குட் ப்ராடக்ட். മറ്റൊരു അതി പറഞ്ഞല്ലേ എക്സ്പയറി ഡേറ്റ് കഴിയാറായതുണ്ടോ? ഓക്കെ ഇറ്റ്സ് ഓക്കെ. 6,000. I want that visible brown color. Visible brown color, gray coverage. That's the question. ഇതിപ്പോൾ ഇവിടെ ചർച്ച നടക്കുന്നത് എന്താണെന്ന് വെച്ചാൽ അമ്മയുടെ വലിയ മുടിയാണല്ലോ. അപ്പം നമ്മളത് മൊത്തം കൂടെ സെറ്റ് ചെയ്തെടുക്കുമ്പോഴത്തേക്ക് കുറച്ച് എമൗണ്ട് കൂടുതലാവും. അപ്പം അമ്മയുടെ മുടി തുമ്പ് മാത്രമേ മുറിക്കുന്നുള്ളൂ കേട്ടോ, ഇല്ലെങ്കിൽ അച്ഛൻ എന്നെ വീട്ടിൽ കയറ്റില്ല. അപ്പോൾ തുമ്പ് മുറിച്ചിട്ട് ഡൈ അടിക്കാമെന്ന് പറഞ്ഞു. കാരണം എന്താണെന്ന് വെച്ചാൽ ഉണ്ടല്ലോ അമ്മയുടെ മുടിയിൽ അമ്മ ഓൾറെഡി മൈലാഞ്ചി തേച്ച് വെച്ചിട്ടുണ്ട്. മൈലാഞ്ചി തേച്ചതിൽ കളർ പിടിക്കത്തില്ലെന്നാട്ടോ എന്നോട് ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എനിക്കാണെങ്കിൽ ബ്രൗൺ ഷെയ്ഡ് അടിക്കണമെന്നായിരുന്നു, പക്ഷേ നിർവാഹമില്ലാത്തതുകൊണ്ട് കറുപ്പടിക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. ഇതിപ്പോൾ നമ്മൾ ഡൈ അല്ല ചെയ്തേക്കുന്നത്, ഇതിപ്പോൾ എനിക്ക് തോന്നുന്നു നമ്മൾ കളറാണ് ചെയ്തേക്കുന്നത്. നമ്മുടെ മുടിയിൽ കറുത്ത കളർ, അതും പ്യുവർ കളർ ബ്ലാക്ക് ഞാൻ എടുത്തിട്ടില്ല, ചെറിയൊരു ബ്രൗൺ ഷെയ്ഡ് ഉള്ളതാണ് എടുത്തതെങ്കിലും അടിച്ചു വരുമ്പോൾ അത് കറുത്ത കളറിൽ തന്നെ കറക്റ്റായിട്ട് കിടന്നോളും. അപ്പം നമ്മൾ ചെയ്യാൻ പോകുന്ന കളറെന്ന് പറഞ്ഞാൽ ഇതായിരിക്കും കേട്ടോ. കാരണം വേറെ കളറൊന്നും അമ്മയുടെ മുടി പിടിക്കത്തില്ല. അതെ എണ്ണ പൊട്ടിച്ച്, അതുകൊണ്ട് വേറെ കളറൊന്നും പിടിക്കാതൊന്ന്. അതുകൊണ്ട് നമ്മൾ ഇതായിരിക്കും ചെയ്യുന്നത്. എന്നിട്ട് ഹൈലൈറ്റ് കൂടെ ചെയ്യാം.
അപ്പോഴത്തേനും ഞാൻ പിച്ചച്ചട്ടി എടുക്കും. ഓക്കെ, ചെയ്യാമ്മ. അപ്പം നമ്മൾ കളർ അടിക്കുന്നതിന് മുമ്പുള്ള അമ്മയുടെ മുടി ഇതാണ്. അകത്തോട്ട് ഫുള്ള് നരയാണ്. റൂട്ട് തൊട്ട് അമ്മയ്ക്ക് ഇങ്ങനെ നര പിടിച്ചേക്കുക. പിന്നെ അടിയിലത്തെ മുടി ഉണ്ടല്ലോ, അതിൽ ഫുള്ള് അമ്മ മൈലാഞ്ചിയൊക്കെ തേച്ച് വെച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് നമുക്ക് വേറെ കളേഴ്സൊന്നും ചൂസ് ചെയ്യാൻ പറ്റാത്തത്. അപ്പം നമുക്കിനി ഇപ്പം നമ്മുടെ ഡൈയും കളറും എല്ലാം ചെയ്ത് കഴിഞ്ഞിട്ട് അമ്മയുടെ മുടി എങ്ങനെയാണെന്ന് ഇത് കഴിയുമ്പോൾ കാണാം. മുടിയുടെ തുമ്പ് ഞാൻ അടിയിൽ ഒരുപാടൊന്നും വെട്ടുന്നില്ല കേട്ടോ, കുറച്ചേ ഒന്ന് വെട്ടിക്കളയുന്നുള്ളൂ. വാഷ് ചെയ്യണം, ഓയില ഫുള്ള്. അമ്മയുടെ തലയിൽ നിറച്ച എണ്ണയാണ്. അപ്പം അതുകൊണ്ട് നമുക്ക് ആദ്യം കൊണ്ടുപോയി മുടിയൊക്കെ ഒന്ന് കഴുകി വൃത്തിയാക്കിച്ചിട്ട് ചെയ്യാം, ഡ്രൈ ചെയ്തിട്ട്. എപ്പിടി ഇറുക്കമ്മ, അഴകാ ഇറുക്കാ. ഉങ്ക പുരുഷൻ ഉന്നെ വീട്ടിൽ കയറ്റ മാട്ടെ, നീങ്ക ഈ കൂടെ തങ്കറാം, നാം വിശാല മനസ്തത കേട്ടോ. உங்க புருஷன் ரொம்ப பிடிவாசக்காரி. என்னோட அப்பா என்னோட அந்த பேங்க்ஸ் வெட்டியது இவங்க தான். എന്നിട്ട് ഇവங்க மட்டும் தான் சொன்னேன். சூப்பர் मैम ने बोला कट करो शॉर्ट करो. അമ്മ തലയിൽ നിറയെ എണ്ണ വാരി തേക്കും കേട്ടോ. അതുകൊണ്ട് ഫാൻസ് വീഡിയോ എടുക്കുന്നു. അതുകൊണ്ട് സാങ്കി കുറച്ചു നേരം ഷാമ്പു ഇട്ട് വെച്ചിട്ട് പറഞ്ഞ് അവിടെ ഇരിക്കുക, ആ എണ്ണ മൊത്തം പോട്ടെന്ന്. അപ്പം ഞാൻ പെഡിക്യൂർ ചെയ്യാമെന്ന് വിചാരിച്ചതാണ്. പക്ഷെ അമ്മയുടെ ഷൂട്ട് ചെയ്യുന്നതുകൊണ്ട് ഞാൻ വിചാരിച്ച് പെഡിക്യൂർ ചെയ്യണ്ട, വെയിറ്റ് ചെയ്യാമെന്ന്. പിന്നെ ലവൻ ഫ്രീ ആകുമ്പോൾ അടിപൊളിയായിട്ട് സ്പാ ചെയ്ത് തരും കേട്ടോ. അപ്പോൾ ഫ്രീ ആവുകയാണെങ്കിൽ സ്പാ ചെയ്യാം, ഇല്ലെങ്കിൽ അമ്മയുടെ കൂടെ അമ്മയുടെ മുടി സെറ്റ് ചെയ്തിട്ട് എടുക്കാമെന്ന് വിചാരിച്ചു. ഇവങ്കതാ അന്ത ഫാൻ ഗേൾ. അങ്ങനെ കുറച്ച് നേരം കഴിഞ്ഞിട്ട് മുടി ഷാമ്പു ചെയ്ത് കണ്ടീഷണറൊക്കെ ഇട്ട് സെറ്റാക്കിയിട്ട് ദാണ്ട് അമ്മ കൊണ്ടുപോവാണ് കേട്ടോ. അങ്ങനെ പോകുന്ന വഴിക്ക് അമ്മ എന്നോട് ഈ ടവൽ നിന്നാന്ന് ഞാൻ പറഞ്ഞു, അത് തോളയിലിട്ടോ, അത് വേണം എന്ന് പറഞ്ഞിട്ട് പിന്നെ അതും തോളയിലിട്ട് ഇതേ പോയിരിക്കുകയാണേ. ഇനി ആദ്യം അമ്മയുടെ മുടി കട്ട് ചെയ്യുകയാണ്. അത് ഒരുപാടൊന്നും വെട്ടുന്നില്ല കേട്ടോ, ആ അടിഭാഗം മാത്രമേ ഒന്ന് വെട്ടി കൊടുക്കുന്നുള്ളൂ. അത് പെട്ടെന്ന് കിളിക്കുകയും ചെയ്യും. ആ നരച്ച വൈറ്റ് ഹെയർ ഒക്കെ കവർ ആവത്തില്ലേ ഷാങ്കി? വൈറ്റ് ഹെയർ ഒക്കെ കവർ ആവത്തില്ലേ റൂട്ടിൽ? ഓക്കെ, ലെറ്റ് സീ. ഹെയർ കളർ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ പിന്നെ കുറേ എണ്ണയൊന്നും വാരി തേക്കാൻ നിൽക്കരുത്. നിന്ന് കഴിഞ്ഞാൽ അത് ലാസ്റ്റ് ചെയ്യത്തില്ല. എനിക്കൊക്കെ ചെയ്യുന്നത് 1 വർഷം അടിപൊളിയായിട്ട് നിൽക്കാറുണ്ട് കേട്ടോ ഇവിടെ. പക്ഷെ ഇത്തവണ ചെയ്തത് മരത്തലയിൽ അനസ് കോളമാക്കി വെച്ചാൽ വിസിബിൾ കളറാക്കണേന്ന് പറഞ്ഞ് അവൻ ലൈറ്റ് കളറാക്കി തന്നു. ഇനിയിപ്പോൾ ഒന്നും കൂടെ ചെയ്ത് കഴിഞ്ഞാൽ മുടിക്ക് കേടാണല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ തുനിയാത്തത്. കുറച്ചുകൂടെ കഴിഞ്ഞിട്ട് വേണം ഇതെല്ലാം കൂടെ ചെയ്യാൻ. ഇവങ്ക എല്ലാം ഹിന്ദി, നാം വന്ന് ഇവങ്ക എല്ലാം മലയാളം പേസിട്ടേ. കോം ചെയ്യണോ? ഓ, അമ്മയ്ക്ക് വേദനിക്കുമെന്ന് തോന്നുന്നു. അമ്മ വിടുക്കുന്നോ? എന്നാ വിടുത്തോ, കാരണം അമ്മയ്ക്ക് തലവേദന എടുക്കും. ഇതാ ഞാൻ ചെയ്തു തരാം എന്നാ. അല്ല, അതെന്താന്നറിയാവോ, അവങ്ക കോപപ്പെടുവേ. ഓ എന്റെ തല വലിക്കത്. തലവേദന എടുക്കുന്നോ? ഓക്കെ അല്ലേ? ഓക്കെ, അമ്മയായി പോയില്ലേ. ഈ മുടിയൊക്കെ വെട്ടി അങ്ങോട്ട് കിടക്കുമ്പോൾ എന്ത് രസമായിരിക്കും. അച്ഛൻ യാറത്, മൺചിത്രത്താഴിൽ പറയുന്ന പോലെ യാറത് യാറൻ, അങ്ങനെ ആയിരിക്കും അച്ഛൻ വരുമ്പോൾ. ഇതോടുകൂടി എൻ്റെ അടുത്തോട്ടുള്ള അമ്മയുടെ യാത്ര അച്ഛൻ നിർത്തും. നീ ഇനി അങ്ങോട്ട് പോകാതെ, മറ്റേ ലക്ഷ്മണരേഖ വരയ്ക്കുന്ന പോലെ. അമ്മയുടെ മുടിയിലെ ജട കളയുക കേട്ടോ. അമ്മയ്ക്കാണെങ്കിൽ അമ്മയുടെ മുടിയിൽ വേറെ ആരും പിടിക്കുന്നത് ഇഷ്ടമല്ല, ഭയങ്കര വേദനയാണെന്ന് പറയും. അതുകൊണ്ട് ഞാനാണെങ്കിൽ പതുക്കെ പിടിച്ച് ആ ഒരു സൈഡിലെ ജടയൊക്കെ കളയുകയാണേ. അങ്ങനെ ജടയെല്ലാം കളഞ്ഞ് അത് നന്നായിട്ട് ചീകി താപ്പോട്ട് വന്നിട്ട് അമ്മയുടെ കുറച്ച് മുടി അങ്ങ് കട്ട് ചെയ്ത് കളയുകയാണേ. അപ്പോൾ അമ്മയുടെ മുടി നമ്മൾ ഈ ഒരു പാർട്ട് വെച്ചാട്ടോ കട്ട് ചെയ്യുന്നത്. കാരണം ബാക്കി ഇങ്ങനെ നാര് പോലല്ലേ കിടക്കുന്നത്. അപ്പം നല്ല ക്ലിയർ ആയിട്ട് വൃത്തിയായിട്ട് കിടന്നോട്ടെന്ന് വിചാരിച്ചു. ഇതോടുകൂടി അച്ഛൻ എന്നെ ഇറക്കി വിടാൻ ചാൻസ് ഉണ്ട് വീട്ടിൽ നിന്ന്. പക്ഷെ ഞാൻ വീട്ടിലല്ല താമസം എന്നുള്ളത് കൊണ്ട് മാത്രം കുഴപ്പമില്ല. കുറച്ച് പാർട്ടേ ഉള്ളൂ വെട്ടുന്ന, കണ്ടോ?
ഞാൻ ഈ ചീത്തവിളി കേൾക്കാതിരിക്കാൻ മുടിയുടെ തുമ്പ് ഇത്തിരിയേ വെട്ടിയുള്ളൂ എന്ന് ഇങ്ങനെ എടുത്ത് പറയുന്നത് കേട്ടോ. അത് കഴിഞ്ഞിട്ട് രണ്ടുപേരും നിന്നിട്ടാണ് അമ്മയുടെ മുടിയൊക്കെ ഒന്ന് ഡ്രൈ ചെയ്തെടുത്തത്. ശേഷം നല്ലപോലെ ഉണങ്ങിക്കഴിഞ്ഞിട്ട് അവർ കളറിങ് സ്റ്റാർട്ട് ചെയ്യുകയാണ് കേട്ടോ. അപ്പം ഒരു സൈഡിൽ നിന്ന് തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ കുറച്ച് സമയം എടുത്തു കേട്ടോ ഇതെല്ലാം കൂടെ സെറ്റ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. അവർ ക്ഷമയോടെ അത് മൊത്തം ചെയ്തെടുത്തത്. എപ്പോൾ കണ്ടാലും ഇങ്ങനെ ഉമ്മ തരിക 24 മണിക്കൂറും ഉമ്മ തരിക. അച്ഛൻ്റെ മണ്ടയ്ക്ക് കയറാൻ വെച്ചിട്ട് അമ്മമ്മയ്ക്ക് കളറടിക്കുമ്പോൾ നമ്മളിവിടെ ബോറടിച്ചിരിക്കുക. പറ അപ്പൂ. നമ്മൾ ബോറടിച്ചിരിക്കുക. നമ്മൾ എന്ത് ചെയ്യും? ലൂഡോ കളിക്കുന്നില്ല. ഇന്ന് ഒത്തിരി തവണ അമ്മമ്മയുടെ കൂടെ നീ കളിച്ചു. വേണ്ട, കുറേ ഗെയിം എടുത്ത് ഡൗൺലോഡ് ചെയ്തിട്ട് ഓരോ സമയത്തും ഓരോന്ന് കളിക്കാമെന്ന് പറഞ്ഞു വരും. മുടിയെല്ലാം കുളമായി മാറും. അത്രയും കുറച്ച് സുഖം മതി. ഇത് മതിയോ? ആ ഓക്കെ, എന്നാൽ ഇങ്ങനെ കിടക്കട്ടെ. ഇങ്ങനെ കിടോ? അതങ്ങനല്ലടാ, ഇങ്ങനെ ഇട്ടിട്ട് അമ്മ അങ്ങനെ സംഭവങ്ങളെല്ലാം ചെയ്തു കേട്ടോ. അപ്പം ലവക്ക് അവിടെ മുടി ഇങ്ങനെ പുകയ്ക്കുമായതുകൊണ്ട് കണ്ട, അതിങ്ങനെ പുകയ്ക്കുമായതുകൊണ്ട് അതിൻ്റെ സ്മെല്ല് ഒത്തിരി അടിക്കണ്ടെന്ന് വിചാരിച്ചിട്ട് ഇങ്ങോട്ട് വന്നിരുന്നു. അമ്മ അങ്ങനെ കണ്ണാടി വെക്കാൻ പറ്റത്തില്ലല്ലോ, അപ്പോൾ ഫോണിൽ തോണ്ടാൻ പറ്റാത്തതുകൊണ്ട് ടാബിലിരുന്ന് അമ്മൂമ്മയും മോനും കൂടെ ലൂഡോ കളിക്കുന്നു. ചെവിയിൽ ആ ക്യാപ്പ് ഇട്ട് കൊടുത്തേക്കുന്ന ചെവിയിലോട്ട് ഇറങ്ങാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. അങ്ങനെ ഒരു 45-50 മിനിറ്റോളം നമ്മൾ അങ്ങനെ തന്നെ ഇരുന്നിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞപ്പോഴത്തേന് വന്ന് കളർ പിടിച്ചിട്ടുണ്ടോ എന്ന് ആദ്യം ഒന്ന് ഇങ്ങനെ മാറ്റി നോക്കി, എന്നിട്ട് അത് വാഷ് ചെയ്യുകയാണ് കേട്ടോ. അപ്പോൾ എന്നോട് പറഞ്ഞു ഇത് ഫുള്ളായിട്ട് കളർ പിടിച്ചിട്ടില്ല, ഒരു 70% കളർ പിടിച്ചിട്ടുള്ളൂ. അടുത്ത തവണ ഒരു തവണയും കൂടെ ചെയ്യുവാണെങ്കിൽ നമുക്ക് മൊത്തത്തിൽ കളർ നന്നായിട്ട് മുടിയിൽ പിടിക്കും എന്ന് പറഞ്ഞു കേട്ടോ. പക്ഷേ 70% തന്നെ നല്ല അടിപൊളിയായിട്ട് പിടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. നിങ്ങൾക്ക് അത് ഉണക്കി ബ്ലോ ഡ്രൈ ചെയ്ത് കഴിയുമ്പോൾ മനസ്സിലാവും. നല്ല ഭംഗിയുണ്ടായിരുന്നേ. പിന്നെ എന്തോന്ന് വെച്ചാൽ അമ്മയുടെ ആ നരയൊക്കെ പോയപ്പോൾ ഒന്നും കൂടെ ഒരു 10 വയസ്സ് കുറഞ്ഞ പോലെ എനിക്ക് ഫീൽ ചെയ്തു. അപ്പോൾ അമ്മയുടെ അടുത്ത് ബോറടിക്കാതിരിക്കാൻ വേണ്ടി ഞാൻ അതിൻ്റെ അടുത്ത് വന്ന് അമ്മയോട് കാര്യമൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. കാരണം അമ്മയ്ക്ക് തേച്ചപ്പോൾ തൊട്ട് അമ്മ ഇതൊന്ന് കളയോ എന്ന് പറഞ്ഞ് ചോദിച്ചുകൊണ്ടേ ഇരിക്കുകയായിരുന്നു. പക്ഷേ ഇത് കഴുകി കളഞ്ഞ് ഉണക്കി കഴിഞ്ഞപ്പോഴത്തേന് എൻ്റെ അമ്മയുടെ മുഖത്തൊരു ചിരി വരും. ആ ചിരി ഞാൻ നിങ്ങളെ കാണിക്കാൻ കേട്ടോ. ആ സന്തോഷം കൊണ്ട് അങ്ങനെ മുടിയൊക്കെ കഴുകി കഴിഞ്ഞിട്ട് അത് തുടച്ചപ്പം ദാ ഈ ചിരിക്കുന്ന ചിരി അല്ല കേട്ടോ അമ്മയുടെ ചിരി. മുടി സെറ്റായി കഴിഞ്ഞ് അതിൻ്റെ ഭംഗി അറിയുമ്പോഴാണ് അമ്മ അയ്യോ ഇത്രയും ഭംഗിയായിരുന്നോ എന്നുള്ള ചിരി ചിരിക്കുന്നത്. അപ്പോൾ ആ ഫ്രണ്ടിലത്തെ മുടി നരച്ചിരുന്നില്ലേ, അതെല്ലാം കവറായിട്ടുണ്ട് കേട്ടോ. മൊത്തത്തിലെല്ലാം അടിപൊളിയായിട്ടുണ്ട്. ഇപ്പം എൻ്റെ അമ്മയ്ക്ക് നരയൊന്നുമില്ല. ഇത്രയും നേരം കണ്ണ് കാണാൻ പറ്റത്തില്ലായിരുന്നല്ലോ, കണ്ണാടി കൊടുത്തപ്പോൾ കണ്ണ് കാണാൻ പറ്റും. നല്ല ഭംഗിയുണ്ടമ്മ. ബാക്ക് വശം തിരിഞ്ഞു കാണിച്ച് മുന്നോട്ടേക്ക്. അമ്മ വാ. അമ്മ എങ്ങനെയുണ്ടമ്മ? അടിപൊളി. രസമുണ്ടോ? ഇത്ര നേരം ഇരുന്നതിന് ചീത്ത വിളിക്കുമല്ലായിരുന്നോ? ഇപ്പൊ ഇത് കണ്ടിട്ട് ഇപ്പൊ അടിപൊളിയായി. അതെ അല്ലേ? ഇനിയിപ്പോ റൂട്ട് ടച്ച് ചെയ്താൽ മതി. സന്തോഷായില്ലേ? അപ്പോൾ എന്ന് പറഞ്ഞ വാട്ടെ ബ്യൂട്ടിഫുൾ എന്നെങ്ങാണ്ടായിരുന്നു കേട്ടോ. നമുക്കത് കറക്റ്റായിട്ട് കിട്ടിയില്ലായിരുന്നു. ഇത് കണ്ട മുടി നല്ല രസമുണ്ടായിരുന്നു കേട്ടോ കാണാൻ വേണ്ടിയിട്ട്. വീഡിയോയിൽ എന്തോരം നിങ്ങൾക്ക് മനസ്സിലാവും എന്ന് എനിക്കറിയത്തില്ല. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. അമ്മയ്ക്ക് എത്ര പ്രായം കുറഞ്ഞെന്നറിയോ? പൊട്ട മാറ്റട്ടെ. ഓ അവരുടെ കൂട്ടിരിക്കണം. ഇപ്പം ഞാൻ ആരുടെ ഒരു എല്ലാ സിനിമാടിയായിരിക്കും ഡബ് ചെയ്യണം അവരുടെ വീട്ട്. ഇതിട്ട് കഴിഞ്ഞാൽ അമ്മ എന്നെ വെട്ടും. എങ്കിലും ഭാഗ്യലക്ഷ്മിയുടെ കൂട്ടിരിക്കുന്നു എന്നാട്ടോ ഈ പറയുന്നത്. പക്ഷേ എനിക്ക് അമ്മയുടെ മണിരത്നത്തിൻ്റെ വൈഫില്ലേ, പുള്ളിക്കാരത്തിയുടെ ചെറിയ കട്ട് തോന്നി കേട്ടോ. അത്രയും ഇങ്ങനെ എനിക്ക് പറയാൻ വാക്കുകളില്ല. അപ്പോൾ അമ്മയുടെ മുടിയെല്ലാം സെറ്റായി കഴിഞ്ഞപ്പോഴത്തേനും ഞാൻ ത്രെഡ് ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ ത്രെഡ് ചെയ്യാണ് കേട്ടോ. എനിക്ക് റോഷിനിയാണ് ഇവിടെ ത്രെഡ് ചെയ്ത് തരുന്നത്. നന്നായിട്ട് ത്രെഡ് ചെയ്ത് തരും കേട്ടോ. ഞാൻ ജസ്റ്റ് ഇങ്ങനെ ഷേപ്പ് ചെയ്താൽ മാത്രം മതി എന്നേ പറയൂ, അതുപോലെ ചെയ്തു തരും. ഇതിലാരാ അമ്മ ആരാ മോള് ഞാൻ നിരോധിച്ചിരിക്കുന്നു ചുമ്മാ അറിഞ്ഞ കേട്ടോ. അപ്പോൾ നല്ല ഭംഗിയുണ്ട് കേട്ടോ. ഈ വീഡിയോയിൽ കാണുന്നതിനെക്കാട്ടി നല്ല രസമുണ്ട് നേരിട്ട് കാണാൻ വേണ്ടിയിട്ട്. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. അമ്മയുടെ ഒരു ലുക്ക് തന്നെ അങ്ങ് മാറി. ഇനിയിപ്പോൾ ഇങ്ങനെ നര കിളിച്ച് വരത്തില്ലേ, അതൊക്കെ റൂട്ട് ഇങ്ങനെ ടച്ച് ചെയ്താൽ മാത്രം മതി അമ്മയ്ക്കല്ലേ. വേറെ ഒന്നും ചെയ്യേണ്ടി വരത്തില്ല. മുടിയിൽ അങ്ങനെ എണ്ണ തേക്കരുത്, വേറെ ഒന്നുമില്ല. നല്ല രസമുണ്ട്. ഇനി നമുക്ക് ഇവിടെ നിന്ന് ഇറങ്ങാം. എൻ്റെ മുടി ഫുള്ള് കുളമായിട്ടിരിക്കും കേട്ടോ. അപ്പോൾ ഞാൻ വിചാരിച്ചു
മറ്റന്നാളോ എങ്ങാനും വന്ന് ഒന്ന് സ്പാ ചെയ്യാം എന്ന് വിചാരിച്ചിരിക്കുകയാണ്. അപ്പം സീച്ചേട്ടൻ വന്നു കേട്ടോ. സീച്ചേട്ടൻ അവിടെ ഹെയർ കട്ട് ചെയ്യുക. അപ്പക്കുട്ടനാണെങ്കിൽ ഇവിടെ ഓടി കളിക്കുക. അപ്പോൾ അപ്പക്കുട്ടനെ നൈസായിട്ട് മാറിക്കോ, ഓടിക്കോ, ഒന്നുമില്ല. നിന്നെ നൈസായിട്ട് അച്ഛൻ്റെ അടുത്ത് ഏൽപ്പിച്ചിട്ട് ഞങ്ങൾ രണ്ടുപേരോട് അങ്ങ് വീട്ടിലോട്ട് പോയാലോ എന്ന് ആലോചിക്കുക. വേണ്ട, ശരി, ഓക്കോ. അപ്പം നമുക്ക് എനിക്ക് ചെറിയ അസൂയൊക്കെ തോന്നുന്നുണ്ട് കണ്ടിട്ട്. ഇതുവരെ എനിക്കങ്ങനെ തോന്നിയിട്ടില്ല, പക്ഷെ ഇപ്പം തോന്നുന്നുണ്ട്. അപ്പം ഡ്യൂട്ടി കഴിഞ്ഞ് സീച്ചേട്ടൻ നേരെ ഇങ്ങോട്ടേക്ക് പോരുന്നു കേട്ടോ. അപ്പം മുടി വെട്ടുമ്പോഴത്തേന് നമുക്ക് വീട്ടിൽ പോവാം, ഇല്ലെങ്കിൽ ഇനി രാത്രിയാവും. കാരണം സാങ്കിയുടെ കലാവിരുതുകളെല്ലാം തീർത്ത് മുട്ടയടിക്കുന്നത് സീച്ചേട്ടൻ്റെ കയ്യിലാണ്. അപ്പം നമുക്ക് വണ്ടി വിടാം. അപ്പം ടാറ്റ സാങ്കി, ടാറ്റ സീച്ചേട്ടാ, ടാറ്റ ടാറ്റതാ. തിരിച്ചു പോകുന്ന വഴി ഞാനാണെങ്കിൽ വെസ്റ്റ് സൈഡിൽ കയറി കേട്ടോ. ഞാൻ എപ്പോൾ ഇവിടെ വന്നാലും വെസ്റ്റ് സൈഡിൽ കൊല്ലത്ത് കേട്ടോ. ഇവിടെ എനിക്ക് ഡ്രസ്സ് ഫുള്ള് സെലക്ട് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഞാൻ എന്ത് ഇവിടെ നിന്ന് എടുത്താലും അതിന് ലാസ്റ്റ് ഓക്കെ പറയുന്നത് ഇവിടെ ഓക്കെ പറയുമ്പോഴാണ് ഞാനത് എടുക്കുന്നത്, അല്ലേ? അപ്പം നിങ്ങൾ വരുവാണെങ്കിൽ നിങ്ങൾ ഓടി ഇവിടെ എവിടെയെങ്കിലും ഉണ്ടോ ഇങ്ങനെ തപ്പി കണ്ടുപിടിച്ചിട്ട് ബാ എൻ്റെ കൂടെ വരാൻ പറയണം. കല്യാണം ചേച്ചിട്ട് വ്ളോഗിങ് മുകളിലോട്ട് വരുന്ന ബാ. കഴിഞ്ഞ തവണ ഞാൻ ഇവിടുന്ന് എടുത്ത ചെരുപ്പില്ലേ, ആ ചെരുപ്പ് എല്ലാവരും പെട്ടെന്ന് സ്ലൂ ചേച്ചി ബാ 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 ബാ. അടുത്തേന്നറിയാമോ ഈ ഡ്രസ്സ്? മിന്ത്ര പാൻസ് വിടും. അന്ന് സെപ്പറേറ്റ് അവസാനം കിടന്നില്ല എനിക്ക്. അവസാനം അത് ഈ ഹെയർ കട്ട് കണ്ടിട്ട് ഞാനും പോയി ഹെയർ കട്ട് ചെയ്തത്. പക്ഷെ ഇവർക്കൊക്കെ എന്ത് ഭംഗിയാന്ന് നോക്കിയേ, എൻ്റെ മാത്രം എന്താ ഇങ്ങനെ. നല്ല ഹൈലൈറ്റർ. ഏതിൻ്റെയാ? നല്ല ഭംഗിയുണ്ടടാ. അപ്പൊ ഇത്തവണത്തെ വ്ളോഗിലുണ്ട് കേട്ടോ. പേരെന്താ? ഹന്ന ഫാത്തിമ. സുന്ദരിയാ. എടുത്തോ, ഡ്രസ് എടുത്തോ? എടുത്തില്ല, വന്നേ ഉള്ളൂ. ഓക്കേ. അമ്മയാ? ചെറുപ്പത്തിലെ കല്യാണം കഴിഞ്ഞ? അയ്യോ, കൊല്ലത്ത് കൊട്ടിയം. ഒന്നും പിടിച്ചില്ല. ഒന്നും പിടിക്കാത്തതുകൊണ്ട് വെറും കൈയോടെ ഇറങ്ങാമെന്ന് വിചാരിച്ച്. ശരിക്കും ആ കുട്ടിയുടെ അമ്മയെ കാണാൻ നല്ല ചെറുപ്പമായിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ തിരിച്ച് താപ്പോട്ട് ഇറങ്ങുന്ന വഴിക്ക് അമ്മയ്ക്ക് ഞാനിങ്ങനെ ചെരുപ്പ് നോക്കി കേട്ടോ. അമ്മയ്ക്ക് ഇങ്ങനെ ക്ലോസ് ആയിട്ട് കിടക്കുന്ന ഷൂ ടൈപ്പാണ് ഇഷ്ടം. കാരണം എനിക്കും അമ്മയ്ക്കും കാല് പുറത്ത് കാണിക്കുന്നത് അത്രയ്ക്ക് ഇഷ്ടമുള്ള കാര്യമല്ല കേട്ടോ. അപ്പോൾ അമ്മയ്ക്ക് ഇത് വേണ്ടാന്ന് പറഞ്ഞിട്ട് അമ്മ അതവിടെ വെച്ചു. പിന്നെ ഞാൻ എൻ്റെ ചക്കരക്കുട്ടിക്ക് ടാറ്റയൊക്കെ കൊടുത്തിട്ട് നമ്മളവിടെ നിന്ന് ഇറങ്ങാൻ നേരത്ത് അയ്യോ നമ്മളെ എടുക്കത്തില്ലെന്ന്, എന്നാ പിടിച്ചോ ചോദിച്ച് വാങ്ങിച്ചെന്നും പറഞ്ഞ് അവരെ എടുത്തു കേട്ടോ. അവരെല്ലാവരും എനിക്ക് നല്ല പരിചയമാണ്. അങ്ങനെ നമ്മൾ വീട്ടിലെത്തിയിരിക്കുന്നു. സീച്ചേട്ടൻ ഫസ്റ്റ് എത്തി. ആണോ? നമ്മള് കൊട്ടിയ ഉമേനല്ലൂർ വഴി. ഗൈസ്, പഴംപൊരിയും ബീഫും കഴിക്കുന്നതല്ലേ നിങ്ങൾ കണ്ടിട്ടുള്ളൂ. ഇത് പഴംപൊരിയും മീൻകറിയും കൂടി ഇരുന്ന് കഴിക്കുകയാണ്. അപ്പോൾ കൂട്ടിന് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടല്ലേ? പഴംപൊരി, നമ്മുടെ മുളകിട്ട മീൻകറിയും കൂടി ഇരുന്ന് കഴിക്കുക. പിന്നെ ഞാനാണെങ്കിൽ ഓൾറെഡി ഒരു പഴംപൊരി വിശന്നുകൊണ്ട് കഴിച്ചു. ഇപ്പം ഇങ്ങനെ നമ്മുടെ പപ്പായ അരിഞ്ഞത് തിന്നാണ്. അപ്പം പിന്നെ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വ്ളോഗ്. ഇനി അടുത്ത വ്ളോഗിൽ കാണുന്നവരെ എല്ലാവർക്കും ടാറ്റ ബൈ, സീ യു.